വിജയരാജന്റെ വാർത്താ സമ്മേളനം തുടരുന്നതിലേക്ക് കൊമ്പൻ വന്നാലും അവർക്കെതിരെ പാർട്ടിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി ഇറങ്ങും. അതാണ് ഭൂതകാല ചരിത്രം. അതിന് മലപ്പെട്ട ഒരു ഉദാഹരണമാണ്. മലപ്പെട്ടത്ത് കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അവിടുത്തെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം മലപ്പെട്ടത്തെ ജനങ്ങൾ മുഴുവൻ അപമാനിക്കുന്നതായിരുന്നു. അതിനെതിരെ ഒരു ആത്മാഭിമാന സദസ്സ് മലപ്പെട്ടത്ത് നടത്തി. ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേരുന്ന പ്രതിപക്ഷ നേതാവ് അപമാനിച്ച, മലപ്പെട്ടത്തെ ജനങ്ങളെ അപമാനിച്ച ആ പ്രശ്നത്തിൽ അന്ന് ആത്മാഭിമാന സദസ്സിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിച്ച TK ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് അതേ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കാരോടൊപ്പമാണ് ചേർന്ന് അപമാനിതനായി നിൽക്കുന്നത്. ആത്മാഭിമാന സദസ്സിൽ വ്യക്തമാക്കപ്പെട്ട മലപ്പട്ടത്തിന്റെ പാരമ്പര്യം എന്താ? ഒരു പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ മലപ്പട്ടത്താണ്. അതിന് കാരണം മലപ്പട്ടത്തെ വായനശാലയുടെ പ്രബുദ്ധതയാണ്. അവിടുത്തെ വായനശാലകൾ പലതും PSC കോച്ചിങ് സംഘടിപ്പിക്കുന്നു. അതിനെ തുടർന്ന് പലരും വിദ്യാസമ്പന്നരായി, പലരും PSC വഴി പരീക്ഷ എഴുതി ജോലി നേടി. ഈ പാരമ്പര്യമുള്ള ഒരു നാടിനെ അപമാനിച്ച പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയോടൊപ്പം ചേരാൻ പോകുന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയവും ഇല്ല, അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മോഹമാണ്. ആ സ്ഥാനാർത്ഥി മോഹത്തെ തുടർന്നുള്ള പല കള്ളപ്രചരണങ്ങളുമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുന്നത് നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലൊരു സംഘടനാ രീതിയുണ്ട്. ആ പ്രോസസ് ഒക്കെ അട്ടിമറിക്കപ്പെടുകയാണ്. ഏകപക്ഷീയമായി സംസ്ഥാന സെക്രട്ടറി ഈ രീതിയിൽ ഒരു പട്ടിക അവതരിപ്പിക്കുന്നു. മറ്റൊന്നും പറഞ്ഞിട്ട് പാർട്ടിക്കകത്തൊരു ഫൈറ്റിന് സ്കോപ്പില്ല, അതുകൊണ്ട് പുറത്തു വരുന്ന വാർത്താ സമ്മേളനം നടന്നു പറയുന്നു. അത് പച്ചക്കള്ളാണ്. ആ പച്ചക്കള്ളാണെന്ന് മാത്രമല്ല, അവരെല്ലാം, അത് കുഞ്ഞികൃഷ്ണനായാലും ഗോവിന്ദൻ മാഷായാലും, പാർട്ടിയെ തിരുത്തിക്കാനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശത്രുവിന്റെ കൂടെ നിന്ന് മത്സരിക്കുകയാണ്. അവര് മത്സരിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം, അവര് പാർട്ടിയെ തകർക്കാൻ വേണ്ടി ശത്രുവിനോടൊപ്പം നിന്ന് മത്സരിക്കുന്ന ആൾക്ക് ഇതാ ഞങ്ങൾ തിരുത്താൻ നോക്കുന്നവരാണെന്ന് പറയാൻ എന്ത് ധാർമ്മികതയാ? രാഷ്ട്രീയമായ എന്ത് ധാർമ്മികതയാ? താങ്കളെ വീട്ടിൽ വന്ന് കണ്ടിരുന്നുവെന്നും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ താങ്കൾ തലകുലുക്കി കേട്ടു എന്നും എതിർത്തൊന്നും പറഞ്ഞില്ല എന്നും അതിനുശേഷം പാർട്ടിയിൽ നിന്ന് വിട്ടുപോകരുത് എന്നൊരു അഭ്യർത്ഥനയാണ് എന്നോട് നടത്തിയതെന്നുമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചാനലുകളിൽ വന്നത് നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് EP ജയരാജൻ, MP ജയരാജൻ എന്നിവരെ കണ്ടു. മുഴുവൻ അക്കമിട്ട് പറഞ്ഞു, കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്നാണ് EP-യും MP ജയരാജനും പറഞ്ഞത്. KP സഹദേവേട്ടനും കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഗോവിന്ദൻ മാഷേ, നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയെ വെല്ലുവിളിക്കരുത്, പാർട്ടിയെ തകർക്കരുത്. 5.5 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരായ പാർട്ടി അംഗങ്ങൾ ചോര നീരാക്കി വളർത്തിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മലപ്പട്ടത്തെ മണ്ണിൽ കുഞ്ഞിക്കണ്ണന്റെ നേതൃത്വത്തിൽ ധീരമായി നടന്ന കർഷക പോരാട്ടത്തിന്റെ ഭൂമിയിൽ കാവുമ്പായി രക്തസാക്ഷികൾ ജീവരക്തം കൊണ്ട് തുടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെ ഒരു TK ഗോവിന്ദൻ വിചാരിച്ചാൽ തകർക്കാൻ കഴിയോ? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ കണ്ടിരുന്നു. കാരണം ഞങ്ങളെ സഹപ്രവർത്തകരാണ്. ഞങ്ങളുടെ ജീവൻ അവസാനിക്കുന്നതുവരെയും ഒരു പാർട്ടി മെമ്പറെയും പാർട്ടി പ്രവർത്തകനെയും പാർട്ടിയിൽ നിന്ന് വിട്ടേക്കാൻ പാടില്ല. ഈ ബോധ്യം കൊണ്ട് ഒരു തവണയല്ല, ഒട്ടേറെ തവണ അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അന്ന് തീരുമാനിച്ച വാർത്താ സമ്മേളനം നിർത്തി. അത് ഞങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇത് പാർട്ടിയുടെ ഒരു ശത്രുവായി പാർട്ടിക്കകത്ത് ദീർഘകാലം പ്രവർത്തിച്ചയാൾ മാറിയാൽ പിന്നെ കെട്ട തക്കാളിയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞതാ
ആന്തൂരിലെ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാക്കുമെന്ന് പി ജയരാജൻ പ്രസംഗിച്ചുവെന്നും അത് ആ നിലപാടിനൊപ്പം നിന്നവരെ ശത്രുക്കളായി കണ്ടു. പിന്നീട് അതിന്റെ ഭാഗമായാണ് വടകരയിൽ കൊണ്ടുപോയി പി ജയരാജനെ മത്സരിപ്പിച്ചതും പിന്നീട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതും പിന്നീട് തിരിച്ചെത്താൻ കഴിയാത്ത രീതിയിൽ മാറ്റിയതെന്നാണ് ഇന്നലെ പറഞ്ഞതിൽ ഒരു ഭാഗം. എന്നെ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിപ്പിച്ചിരുന്നു. ഞാൻ അന്ന് പറയണം പാർട്ടിയോട്, ഈ തോക്കുന്ന സ്ഥലത്ത് എന്തിനാണ് എന്നെ നിർത്തിയത്? കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ എന്നെ മത്സരിപ്പിച്ചിരുന്നു, രാകേഷും മത്സരിച്ചിരുന്നു. ഇതൊന്നും പാർട്ടി ഏതെങ്കിലും ഒരു കേഡറെ ഒരിടത്ത് കൊണ്ടുപോയി തോൽപ്പിക്കാനല്ല. പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാപരമായ ചുമതലകൾ അദ്ദേഹം അതും പറഞ്ഞു. വടകരയിൽ പി ജയരാജൻ മത്സരിച്ചു, അതിനുശേഷം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല അദ്ദേഹത്തിന് നൽകിയില്ല. അന്നത്തെ പാർട്ടിയുടെ തീരുമാനം, ഞാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ സംഘടനാ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവിടുന്ന് രാജിവെച്ചു വരണം. അത്തരം ഒരു ഘട്ടത്തിൽ സെക്രട്ടറിയുടെ ചുമതല തന്നെ നൽകണം, താൽക്കാലിക സെക്രട്ടറി ആയിട്ടല്ല എന്നത് പി ജയരാജൻ അടക്കമുള്ള ടി കെ ഗോവിന്ദമാഷ് അടക്കമുള്ള ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനമാണ്. അതുകൊണ്ട് അതിൽ ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന് വല്ല സംശയവും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വല്ല സംശയവും ഇല്ല. അദ്ദേഹം പറയും മറ്റൊരു